കാണിച്ചത്? അദ്ദേഹം ആരാണ്? അദ്ദേഹം വിവേകാനന്ദൻ. അദ്ദേഹത്തിന് വിവേകാനന്ദൻ എന്നുള്ള പേര് സ്വീകരിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? മതസമ്മേളനത്തിൽ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു കഷ്ടപ്പാടുകളെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം ആണ് അറിഞ്ഞത്. ഏകദേശം വീണ്ടും ജൂലൈയിൽ അദ്ദേഹം അവിടെ എത്തി. സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ മതസമ്മേളനം ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷമാണ് അറിഞ്ഞത്. പിന്നീട് എന്താണ് അറിഞ്ഞത്? ആ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമായിരുന്നു? എന്താണ് ആ ഒരു സംഘടനയുടെ, വിശ്വസിക്കുന്ന സംഘടനയുടെ കത്ത് വേണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്? എന്താണ് ചെയ്തത്? തിരിച്ചു വരാനും പറ്റില്ല. അവിടെ കഴിയാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്ക് പരിചയപ്പെട്ടത് ആരെയായിരുന്നു? ഒരു എന്തായിരുന്നു അവരുടെ പേര് പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ പോകുന്ന വഴിക്ക് ആരെയാണ്? മിസ് കാതറിൻ എന്നുള്ള യുവതി അദ്ദേഹം പരിചയപ്പെടുകയും അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി. അക്കൂട്ടത്തിലാണെങ്കിൽ എന്താണ് ആ ജെച്ച് റൈറ്റ് എന്ന ഒരു വ്യക്തിയുമായിട്ട് വിവേകാനന്ദൻ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സർവമത സമ്മേളനത്തിലെ പ്രതിനിധിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന അദ്ദേഹത്തിനുള്ള പ്രവേശനത്തിന് വേണ്ടുന്ന അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴെന്താണ് മനസ്സിലായത്? ബുദ്ധിയുടെ കൊട്ടാരമാണ് തൻ്റെ മുമ്പിലിരിക്കുന്നതെന്നല്ലേ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയത്. അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം തൻ്റെ സഹോദരനുള്ള കത്തും കൊടുത്ത് അദ്ദേഹത്തെ വിട്ടു. പക്ഷെ വഴിയിൽ വെച്ച് കത്ത് നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് വളരെ ദുരിതപൂർണമായിട്ട് ദിവസം തള്ളി നീക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ആ സമയത്ത് ഒരു യുവതി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ആഹാരവും എല്ലാം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അവർ അദ്ദേഹത്തെ പ്രതിനിധി സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ചെയ്തതാണ്. അദ്ദേഹം പിൽക്കാലത്ത് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ സുഹൃത്തുക്കളായി മാറി. ആ ഒരു ഭാര്യയും ഭർത്താവും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്ന ഒരു മകളെയും അവരുടെ മകൾ അദ്ദേഹത്തിൻ്റെ കൂടെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിൻ്റെ വചനങ്ങളെ അംഗീകരിച്ചു ജീവിക്കുന്ന മിസ് മേരി ഹെയൻ എന്ന യുവതിയും അദ്ദേഹം അവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദം, ആ കുടുംബത്തിൻ്റെ സൗഹൃദം എന്നും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അധ്യായം 14. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചേ. അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ അരങ്ങേറിയ വിശ്വമത സമ്മേളനം ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ലോക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. എന്താണ് ഈ അമേരിക്കയിലെ ചിക്കാഗോയിൽ അരങ്ങേറിയ ഈ ഒരു വിശ്വമത സമ്മേളനം? എന്താണ് ആ ഹിന്ദുമതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. അതൊരു വിശ്വമത സമ്മേളനം മാത്രമായിരുന്നില്ല, മാനവകമേളയോടുകൂടിയായിരുന്നു. എന്താണത്? അതൊരു വിശ്വമത സമ്മേളനം മാത്രമായിരുന്നില്ല. അതെന്താണ്? മാനവമേളകളോടായിരുന്നു. നാനാത്വത്തിലെ ഏകത്വവും ഏകത്വത്തിലെ നാനാത്വവും അനന്തര തലമുറയിലേക്ക് പഠിക്കുവാൻ ഈ സമ്മേളനം ഉതകി. എന്താണ്? നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിലെ നാനാത്വവും അനന്തര തലമുറ, നമ്മുടെ വരുന്ന തലമുറകളിലേക്ക് പഠിക്കുവാൻ ഈ സമ്മേളനം ഉതകി. മനുഷ്യരാശിയുടെ മതവീക്ഷണം പരസ്പരം അറിയുക എന്നതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. എന്താണ് ഈ സമ്മേളനത്തിൽ എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു? മനുഷ്യരാശിയുടെ മതവീക്ഷണം പരസ്പരം അറിയിക്കുക എന്നതായിരുന്നു ഈ സംഘാടകരുടെ ലക്ഷ്യം. എന്തായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം? എന്താണ്? മനുഷ്യരുടെ മതവീക്ഷണം പരസ്പരം അറിയിക്കുക എന്നതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. അത് പരസ്പരം അറിയിക്കുക എന്നതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. ഈ സമ്മേളനം ലോകത്ത് പുതിയ ചിന്താതരംഗം ഉയർത്തി. ഈ ഒരു സമ്മേളനം ലോകത്തിൽ എന്താണ്? പുതിയ ഒരു ചിന്താതരംഗം ഉയർത്തി. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 4ാം ശതാബ്ദി ആഘോഷിക്കുന്നതിനു വേണ്ടി ചിക്കാഗോയിൽ സംഘടിപ്പിക്കപ്പെട്ട കൊളംബിയൻ ആഗോള മഹാപ്രദർശനത്തിൻ്റെ ഭാഗമായിരുന്നു സർവമത സമ്മേളനം. എന്തായിരുന്നു ഇത്? സർവമത സമ്മേളനം എന്താണ്?
സമ്മേളനം എന്താണ്? കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 4ാം ശതാബ്ദി, 400 വർഷം, ശതം 100 50 വർഷം. അപ്പോൾ 4ാം ശതാബ്ദി ആഘോഷിക്കുന്നതിന് വേണ്ടി ചിക്കാഗോയിൽ സംഘടിപ്പിക്കപ്പെട്ട കൊളംബിയൻ ആഗോള മഹാപ്രദർശനത്തിന്റെ ഭാഗമായിരുന്നു സർവമത സമ്മേളനം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അമേരിക്ക കൈവരിച്ച നേട്ടങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നതും ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യമായിരുന്നു. എന്താണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അമേരിക്ക കൈവരിച്ച നേട്ടങ്ങൾ. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അമേരിക്കയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആ നേട്ടങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതും ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യമായിരുന്നു. ഈ ഒരു സമ്മേളനത്തിന്റെ ലക്ഷ്യമായിരുന്നു എന്താണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ നേട്ടങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നത് ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യമായിരുന്നു. സർവമത സമ്മേളനം ആരംഭിച്ചത് 1893 സെപ്റ്റംബർ 11 തിങ്കളാഴ്ച പ്രഭാതം മുതൽ ആയിരുന്നു. എന്നാണ് ആരംഭിച്ചത് നോക്കിക്കേ? 1893 സെപ്റ്റംബർ മാസം 11 ഏത് ദിവസമായിരുന്നല്ലോ? തിങ്കളാഴ്ച. തിങ്കളാഴ്ച പ്രഭാതം മുതൽ ആയിരുന്നു. തിങ്കളാഴ്ച ദിവസം രാവിലെ മുതലായിരുന്നു. ആർട്സ് പാലസിലെ വിപുലമായ അങ്കണമായിരുന്നു വേദി. എവിടെ വെച്ചായിരുന്നു? ആർട്സ് പാലസ്. ആർട്സ് പാലസിലെ വിപുലമായ അങ്കണമായിരുന്നു വേദി. അവിടെ 120 കോടി ജനങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളുടെയും ആശകളുടെയും പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. അവിടെ എന്താണ്? ആ 120 കോടി ജനങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളുടെയും ആശകളുടെയും പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. അവിടെ എല്ലാ 120 കോടി ആളുകളുടെ അവരുടെ മതവിശ്വാസത്തിന്റെ പ്രതിനിധികൾ അവിടെ പങ്കെടുത്തിരുന്നു. ആവേശകരമായ കാഴ്ച, വളരെ ആവേശം ഉണർത്തുന്ന, വളരെ സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു അത്. വേദിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ 7000-ഓളം ശ്രോതാക്കൾ. എന്താണ്? വളരെ വേദിയിലായിരിക്കുകയാണ്. സ്റ്റേജിൽ നമ്മളെ വേദിയിൽ കാണാനിരിക്കുന്ന കാഴ്ചക്കാർ എത്ര പേരാണ്? 7000-ഓളം ശ്രോതാക്കൾ. തികച്ചും മഹോന്നതം, ശ്രേഷ്ഠം, അല്ലേ? വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മഹോന്നതമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. അപ്പോൾ പാശ്ചാത്യ ഭൂഖണ്ഡത്തിലെ കാത്തോലിക്ക സഭയുടെ മഹോന്നത കദർദിനാളായ വന്ധ്യശ്രീ ഗവർണസ് വേദിയുടെ നടുവിൽ രാജകീയമായ പീഠത്തിൽ ഉപവിഷ്ടനായി. അപ്പോൾ ആ സമയത്ത് എന്താണ്? ആ സമയത്ത് പാശ്ചാത്യ ഭൂഖണ്ഡത്തിലെ കാത്തോലിക്ക സഭയുടെ മഹോന്നത കർദിനാളായ വന്ധ്യശ്രീ ഗിബൺസ് വേദിയുടെ നടുവിൽ രാജകീയമായ പീഠത്തിൽ ഉപവിഷ്ടനായി. രാജകീയമായ പീഠത്തിൽ കാത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഇരിക്കുകയാണ്. വേദി നിശബ്ദമായി. അദ്ദേഹം നിന്നപ്പോൾ ആ വേദി നിശബ്ദമായി. അദ്ദേഹത്തിൻ്റെ ഇടതും വലതുമായി പൗരസ്ത്യ പ്രതിനിധികൾ ആസനസ്ഥരായി. അദ്ദേഹത്തിൻ്റെ ഇടത് വലതുമായിട്ട് ആരൊക്കെയാണ്? ആ പൗരസ്ത്യ പ്രതിനിധികൾ ആസനസ്ഥരായി. കർദിനാളിൻ്റെ വേഷം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോഴെന്താണ് ആ കർദിനാളിൻ്റെ വേഷം എന്തായിരുന്നു? കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ഭയങ്കര നല്ല പടവടപ്പൊക്കെയുള്ള കണ്ണഞ്ചിപ്പിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മലയാളത്തിൽ നേരിട്ട് മുതലേ. അദ്ദേഹത്തിൻ്റെ വേഷം വളരെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. പ്രതിനിധികളും അതിമനോഹരമായാണ് വസ്ത്രം ധരിച്ചിരുന്നത്. ഇപ്പോഴവിടെ വരുന്ന പ്രതിനിധികളും വളരെ മനോഹരമായിട്ടാണ് വസ്ത്രം ധരിച്ചിരുന്നത്. തിളങ്ങുന്ന ചുവന്ന മേലങ്കിയും ഒരു വലിയ ചുവന്ന തലക്കെട്ടുമായിരുന്നു വിവേകാനന്ദൻ്റെ വേഷം. എന്താണ്? തിളങ്ങുന്ന ചുവന്ന മേലാങ്കിയും മേൽക്കുപ്പായം, ചുമപ്പ് കളറുള്ള മേൽക്കുപ്പായം, ഒരു വലിയ ചുവന്ന തലക്കെട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ വിവേകാനന്ദൻ്റെ ഈ തലക്കെട്ട്? നോക്കിയേ, നമ്മൾ ഇത് നല്ല കളർ ഫോട്ടോ അല്ലെങ്കിൽ നല്ല ഒരു ചുമപ്പ് കളറിലെ അദ്ദേഹത്തിൻ്റെ വേഷം. അപ്പോൾ ആ ചുമന്ന തലക്കെട്ടുമായിരുന്നു വിവേകാനന്ദൻ്റെ വേഷം. യൗവനത്തിൻ്റെ സ്ത്രീത്വം തുളുമ്പുന്ന വിവേകാനന്ദൻ്റെ മുഖകാന്തി സദസ്സിനെയും വേദിയെയും ഒരുപോലെ ആകർഷിച്ചു.
എന്താണ് ആ യൗവനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യുവത്വത്തിൻ്റെ ആ ഒരു യൗവനത്തിൻ്റെ ശ്രീത്വം തിളങ്ങുന്ന വിവേകാനന്ദ മുഖകാന്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐശ്വര്യം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖകാന്തി സദസ്സിനെയും വേദിയെയും ഒരുപോലെ ആകർഷിച്ചു. ആ സദസ്സിനെയും ആ വേദിയെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യം വളരെയേറെ ആകർഷിച്ചു. സ്ഥാനക്രമം അനുസരിച്ച് വിവേകാനന്ദൻ 31ാമതാണ് ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം നമ്പർ അനുസരിച്ച് വിവേകാനന്ദൻ 31ാമതാണ് ഇരുന്നത്. കർദിനാളിൻ്റെ തൊട്ടടുത്ത് ബ്രഹ്മസമാജത്തിൻ്റെയും മതക്കാരുടെയും പ്രതിനിധികളാണ് സ്ഥാനം പിടിച്ചത്. അപ്പോഴത്താണ് കർദിനാളിൻ്റെ തൊട്ടടുത്ത് ആരാണ് ഇരുന്നത്? ബ്രഹ്മസമാജത്തിൻ്റെയും ബുദ്ധമതക്കാരുടെയും പ്രതിനിധികളാണ് സ്ഥലം പിടിച്ചത്. ബ്രഹ്മസമാജത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും പ്രതിനിധികളാണ് സ്ഥാനം പിടിച്ചത്. സമ്മേളന സ്ഥലം പ്രഭാത സൂര്യൻ്റെ ചെങ്കതിരിൽ കുളിച്ചു നിന്നു. ഇപ്പോഴാ സമ്മേളന സ്ഥലം പ്രഭാത സൂര്യൻ്റെ ഏത് വെളിച്ചമാണോ? ചുമന്ന വെളിച്ചമാണ് അല്ലേ? കണ്ടിട്ടുണ്ടോ? രാവിലെ എല്ലാവരും ഉണർന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രഭാത സൂര്യൻ്റെ വെളിച്ചം എന്ത് കളറാണ് കാണാൻ പറ്റും. നോക്കണേ നാളെ. പ്രഭാത സൂര്യൻ്റെ ചെങ്കതിരിൽ കുളിച്ചു നിന്നു. വിവേകാനന്ദൻ്റെ മുഖം അവാച്യമായ നിർവൃതിയിൽ കോരിത്തെരിച്ചു. വിവേകാനന്ദൻ്റെ മുഖം എന്താണ്? അവാച്യമായിട്ടുള്ള ഒരു നിർവൃതിയിൽ കോരിത്തെരിച്ചു. കാത്തോലിക്ക സഭയുടെ മേൽപ്പട്ടക്കാരനും പണ്ഡിതനുമായ കർദിനാൾ ഗിബൺസ് പ്രാർത്ഥനാഗാനം ആലപിച്ചു. എന്താണ്? ആ കാത്തോലിക്ക സഭയുടെ മേൽപ്പട്ടക്കാരനും പണ്ഡിതനുമായിട്ടുള്ള കർദിനാൾ ഗിബൺസ് പ്രാർത്ഥനാഗാനം ആലപിച്ചു. യോഗം ആരംഭിച്ചു. അധ്യക്ഷനായ ഡോക്ടർ ബെറോസ് ഓരോരുത്തരെ പ്രസംഗത്തിന് ക്ഷണിച്ചു. ഇവിടുത്തെ അധ്യക്ഷനാരാണ്? നമ്മുടെ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അതിന് മെയിനായിട്ടൊരു അധ്യക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. ആ അധ്യക്ഷനായിട്ടുള്ള ആരായിരുന്നു അധ്യക്ഷൻ? ഡോക്ടർ ബെറോസ്. അവരെന്താണ് ഓരോരുത്തരെയായിട്ട് പ്രസംഗത്തിന് ക്ഷണിച്ചു. എല്ലാവരും എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് അവതരിപ്പിച്ചത്. എല്ലാവരും എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്ന പ്രസംഗമാണ് അവിടെ അവതരിപ്പിച്ചത്. വളരെ പണ്ഡിതോചിതവും ആഴമേറിയതുമായ പ്രസംഗങ്ങളാണ് പ്രതിനിധികൾ അവിടെ വായിച്ചത്. വളരെ പണ്ഡിതോചിതവും എന്നാൽ വളരെ ആഴമേറിയതുമായ പ്രസംഗങ്ങളാണ് പ്രതിനിധികൾ അവിടെ വായിച്ചത്. വിവേകാനന്ദൻ പ്രസംഗം എഴുതി തയ്യാറാക്കിയിരുന്നില്ല. വിവേകാനന്ദൻ എന്താണ്? പ്രസംഗം എഴുതി തയ്യാറാക്കിയിരുന്നില്ല. ഇത്രയും വലിയ ഒരു വേദിയിൽ അതിനു മുമ്പ് അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല. ഇപ്പോൾ അദ്ദേഹം പ്രസംഗമൊന്നും എഴുതി തയ്യാറാക്കിയത് കൊണ്ടുവന്നില്ല. ഇത്രയും വലിയ ഒരു വേദിയിൽ അതിനു മുമ്പ് അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല. ആകെ ഒരു പരിഭ്രാന്തി വിവേകാനന്ദനുണ്ടായി. വളരെ വല്ലാത്തൊരു പരിഭ്രാന്തി വിവേകാനന്ദനുണ്ടായി. അദ്ദേഹത്തിൻ്റെ നാവ് ഇടയ്ക്കിടെ വരണ്ടു. ടെൻഷൻ കേട്ടോ. നിങ്ങൾക്കുണ്ടാവും അതേ സിറ്റുവേഷൻ ഇല്ലേ? നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോഴെന്താണ്? അദ്ദേഹം വളരെ പരിഭ്രാന്തനായി. അദ്ദേഹത്തിൻ്റെ നാവ് ഇടയ്ക്കിടയ്ക്ക് വരണ്ടു. അധ്യക്ഷൻ വിവേകാനന്ദനെ പ്രസംഗിക്കുവാൻ ക്ഷണിച്ചു. അധ്യക്ഷൻ വിവേകാനന്ദനെ പ്രസംഗിക്കുവാൻ വേണ്ടി ക്ഷണിച്ചു. ഉച്ചയ്ക്ക് ശേഷം ആവാം എന്ന് പറഞ്ഞ് വിവേകാനന്ദൻ ആദ്യം ഒഴിഞ്ഞു. ഇപ്പൊ രാവിലെ വിളിക്കുകയാണ്. അപ്പോൾ 31ാമത്തെ നമ്പറാണ് അദ്ദേഹത്തിൻ്റെത്. വിളിക്കുമ്പോൾ എന്താണ്? ഉച്ചയ്ക്ക് ശേഷം ആകാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ്. അപരാഹ്നത്തിൽ തന്നെ ഊഴമായി. അപരാഹ്നം ഉച്ചയ്ക്ക് ശേഷം വന്നു അദ്ദേഹത്തിൻ്റെ ഊഴമായി. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചു. തൻ്റെ ഊഴം എത്തിയപ്പോൾ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചു. സരസ്വതി ദേവിയെ മനസ്സിൽ പ്രണമിച്ച് ഗുരുവിനെ ചിന്തിച്ച് ഭാരതത്തെ മുഴുവൻ മുന്നിൽ കണ്ട് വിവേകാനന്ദൻ വേദിയിലേക്ക് കയറി. അപ്പോൾ അദ്ദേഹം വേദിയിൽ കയറുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? അദ്ദേഹം സരസ്വതി ദേവി നമ്മളിന്ന് നാവിൽ വന്നൊരിക്കലും പിഴയ്ക്കരുതേ നമ്മൾ വായിക്കുന്നത്. സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ്? ഒരിക്കലും നമ്മുടെ നാവിൻ തുമ്പിൽ വന്ന് എപ്പോഴും അനുഗ്രഹിക്കണം. സരസ്വതി വന്ന് നമ്മുടെ നാവിൽ എപ്പോഴും കളിയാടണം. ഒരിക്കലും വികട സരസ്വതി വരരുത്. വികട സരസ്വതി വരുമ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം
തെറ്റിപ്പോകുന്നതും തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നതും. സരസ്വതി കല്യാണി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാനൊക്കെ ഉണ്ടാകാൻ കഴിവുണ്ടാകും കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക. സരസ്വതി ദേവിയെ മനസ്സിൽ പ്രണമിച്ച് ഗുരുവിനെ ചിന്തിച്ച് ഭാരതത്തെ മുഴുവൻ മുന്നിൽ കണ്ട് വിവേകാനന്ദൻ വേദിയിലേക്ക് കയറി. എല്ലാവരും ആ യുവ സന്യാസിയെ ശ്രദ്ധിച്ചു. എല്ലാവരും എന്താണ് ആ യുവ സന്യാസിയെ ശ്രദ്ധിച്ചു. അസാമാന്യമായ ഒരു വ്യക്തി സ്വാമിയുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. അപ്പോഴെന്താണ് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി കയറിയപ്പോഴേക്കും എന്താണ് എല്ലാവരും ആ യുവ സന്യാസിയെ ശ്രദ്ധിക്കുകയാണ്. എന്താണ് അസാമാന്യമായ ഒരു ദീപ്തി സ്വാമിയുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അസാമാന്യമായിട്ടുള്ളൊരു ശോഭയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞിരുന്നത്. നിശബ്ദമായ വേദിയിൽ വിവേകാനന്ദന്റെ സ്വരം മണിശബ്ദം പോലെ മുഴങ്ങി. അപ്പോൾ നിശബ്ദമായിട്ടുള്ള വേദിയിൽ വിവേകാനന്ദന്റെ സ്വരം എന്താണ് ഒരു മണിനാദം പോലെ മുഴങ്ങി. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ, എന്താണ് അദ്ദേഹം സംബോധന ചെയ്തത്? ആ നിശബ്ദമായിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ കയറിയപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐശ്വര്യവും ആ ഒരു ഭംഗിയും കണ്ട് എല്ലാവരും അദ്ദേഹത്തെ പോരാത്തൊരു യുവാവും കൂടിയാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോഴെന്താണ് അദ്ദേഹം എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് തുടങ്ങിയത്? എന്താണ് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ. ഈ വാക്കുകൾ ശ്രമിച്ചയുടനെ അതുവരെ ചലനമറ്റ പോലെ ഇരുന്ന സദസ്സിന് ജീവൻ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സഹോദരി സഹോദരന്മാരെ എന്നുള്ള ഒരു വിളി കേട്ടപ്പോഴെന്താണ് അത്രയും നേരം ചലനമറ്റതുപോലെ ഇരുന്ന ഒരു നിശബ്ദമായിട്ട് അനുമാനിരുന്ന ആളുകൾക്കെല്ലാം എന്താണ് ജീവൻ വെച്ചു. ആ ഒരു സദസ്സിന് ജീവൻ വെച്ചു. ഊർജ്ജസ്വലരായ അവർ കരതാളം കൊണ്ട് ആ വാക്കുകൾ സ്വീകരിച്ചു. കരതാളം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ക്ലാപ്പ് ചെയ്തില്ലേ കരത്തിൻ്റെ താളം, കരതാളം. അപ്പോഴെന്താണ് ആളുകൾ എന്ത് ചെയ്തു? ഊർജ്ജസ്വലരായ അവർ കരതാളം കൊണ്ട് ആ വാക്കുകൾ സ്വീകരിച്ചു. ഹൃദയം നിറഞ്ഞ മാനവ സൗഹൃദ സൂചകമായ ആ അഭിസംബോധന കേട്ട് സദസ്യരാകെ ആനന്ദഭരിതരായി. ഇപ്പോഴെന്താണ് ആ ഊർജ്ജസ്വലരായിട്ടുള്ളവരെന്താണ് അവരാ കരതാളം കൊണ്ട് അവരാ വാക്കുകൾ സ്വീകരിച്ചു. അദ്ദേഹത്തിനെ അവർ സ്വീകരിക്കുകയാണ്. അവർ അദ്ദേഹത്തിനെ കൈയടിച്ച് അവർ സ്വീകരിക്കുകയാണ്. എന്താണ് ആ ഹൃദയം നിറഞ്ഞ മാനവ സൗഹൃദ സൂചകമായ ആ അഭിസംബോധന കേട്ട് സദസ്യരാകെ ആനന്ദഭരിതരായി. ചിത്തപാലിച്ച പ്രസംഗങ്ങൾ കേട്ടുമടുത്ത ശ്രോതാക്കളുടെ ചെവികളിൽ സ്വാമിയുടെ ആത്മാർത്ഥമായ വാക്കുകൾ വരണ്ട ഭൂമിയിൽ വീണ്ട ആദ്യത്തെ മഴത്തുള്ളിയായിരുന്നു. അപ്പോഴെന്താണ് അവിടെ എല്ലാവരും പ്രസംഗിച്ചത്? എന്താണ് എഴുതി ചിട്ടയായി തയ്യാറാക്കിക്കൊണ്ട് വന്ന പ്രസംഗമല്ലായിരുന്നു അവിടെ എല്ലാവർക്കും ആയിരുന്നു. അപ്പോഴദ്ദേഹം എന്താണ് ചിട്ടപാലിച്ച പ്രസംഗങ്ങൾ കേട്ടുമടുത്ത ശ്രോതാക്കളുടെ ചെവികളിൽ സ്വാമിയുടെ ആത്മാർത്ഥമായ വാക്കുകൾ വരണ്ട ഭൂമിയിൽ വീണ്ട ആദ്യത്തെ മഴത്തുള്ളികളായിരുന്നു. വിവേകാനന്ദന്റെ ജീവൻ തുടിക്കുന്ന വാക്കുകൾ കേൾക്കാൻ അവർ ഉത്സുകരായി. അപ്പോഴാ വിവേകാനന്ദന്റെ ജീവൻ തുടിക്കുന്ന വാക്കുകൾ കേൾക്കാൻ എന്താണ് അവർക്ക് എല്ലാവർക്കും വളരെ ഉത്സാഹമായി. സദാ ശാന്തമായപ്പോൾ അദ്ദേഹം ജ്ഞാനത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് വീണ്ടും ധന്യവാദം പറയും. എന്താണ് ധന്യവാദം പറയും. ഹിന്ദു മതങ്ങളുടെ മാതാവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സഹിഷ്ണുതയും സർവധർമ്മ സമാധാനവും പഠിപ്പിക്കുന്ന മതമാണ് തൻ്റേതെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പ്രസംഗം തുടർന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വളരെ ഉത്സാഹിച്ച് കയ്യൊക്കെ അടിച്ചപ്പോൾ എന്താണ് ആ സദസ്സ് ശാന്തമായപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആ ജ്ഞാനത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് വീണ്ടും ധന്യവാദം അരുളി. എന്താണ് ആ ഒരു അദ്ദേഹം എന്താണ് ആ നല്ല ഇതിൻ്റെ എന്താണ് ജ്ഞാനത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ധന്യവാദം, അവരെ അഭിസംബോധന ചെയ്തു. ഹിന്ദു മതങ്ങളുടെ മാതാവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സഹിഷ്ണുതയും സർവധർമ്മ സമാധാനവും പഠിപ്പിക്കുന്ന മതമാണ് തൻ്റേതെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പ്രസംഗം തുടർന്നു. പ്രസംഗത്തിൽ അദ്ദേഹം അതിമനോഹരങ്ങളായ ഉപമകൾ പ്രയോഗിക്കുകയുണ്ടായി. പ്രസംഗത്തിനിടയ്ക്ക് വളരെ നല്ല ഉപമകൾ അദ്ദേഹം പ്രയോഗിക്കുകയുണ്ടായി.
പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പുഴകൾ കടലിലെത്തി ഒന്നാകുന്നത് പോലെ അല്ലയോ ദൈവമേ? രുചിഭേദം കൊണ്ടും ആളുകൾ പല വഴികൾ സ്വീകരിച്ചാലും പ്രയത്നിക്കുന്നവർ അങ്ങനെ തന്നെ എത്തിച്ചേരുന്നു എന്ന സാരഗർഭമായ ചെറിയ ഉദാഹരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ പ്രസംഗം സദസ്യർക്ക് നൂതനമായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം? എങ്ങനെയാണ്? പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പുഴകൾ കടലിലെത്തി ഒന്നാകുന്നത് പോലെ. പുഴകളെല്ലാം വന്ന് അവസാനം എവിടെയാണോ എത്തുന്നത്? കടലിലല്ലേ എത്തുന്നത്. അങ്ങനെ കടലിലെത്തി ഒന്നാകുന്നത് പോലെ അല്ലയോ ദൈവമേ? രുചിഭേദം കൊണ്ടും ആളുകൾ പല വഴികൾ സ്വീകരിച്ചാലും പ്രയത്നിക്കുന്നവർ അങ്ങനെ തന്നെ എത്തിച്ചേരുന്നു. ഇങ്ങനെ സാരഗർഭമായ ചില ഉദാഹരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ പ്രസംഗങ്ങൾ സദസ്യർക്ക് നൂതനമായിരുന്നു, പുതിയതായിരുന്നു. സർവമത സമ്മേളനത്തിൻ്റെയും സർവമാനവ സഹോദര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സൂചകങ്ങളായ സ്വാമിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വക്താക്കളെ അഗ്രഗണ്യനായി ഉയർത്തി. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അവിടെ വാഴ്ത്തപ്പെടുകയാണ്. വിവേകാനന്ദന്റെ ആദ്യത്തെ പ്രസംഗം തീരെ ചെറുതായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം വളരെ ചെറുതായിരുന്നു. എങ്കിലും സർവ ജനനത്തെയും ആത്മാർത്ഥതയും അളവറ്റതാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ പ്രസംഗമാണെങ്കിലും സർവ ജനീനതയും ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ വളരെ അളവുറ്റതാണ്. വികാരത്തിന്റെ ഭാഷയെങ്കിലും ഓരോ പദവും കടഞ്ഞെടുത്ത് സ്വാമി പ്രയോഗിച്ചത്. എന്താണ്? വികാരത്തിന്റെ ഭാഷ അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഓരോ പദങ്ങളും കടഞ്ഞെടുത്താണ് സ്വാമി ഉപയോഗിച്ചത്. അത് ശ്രോതാക്കളെ ഇളക്കി മറിച്ചു. അതെന്താണ്? ആ ശ്രോതാക്കളെ ഇളക്കി മറിച്ചു. ഇത്തരം ഒരനുഭവം മുമ്പ് ഒരിക്കലും അവർക്കുണ്ടായിട്ടില്ല. ഈ ഒരു അനുഭവം ഒരിക്കലും അവർക്ക് നേരത്തെ ഉണ്ടായിട്ടില്ല. തേജസ്വിയായ വാഗ്മി എല്ലാവരും വിവേകാനന്ദനെ കണ്ടു. തേജസ്വിയായ വാഗ്മിയായിട്ട് എല്ലാവരും വിവേകാനന്ദനെ കണ്ടു. അപ്പോൾ ഈ ഒരു ഭാഗം മനസ്സിലായ മക്കൾ എന്താണ്? അദ്ദേഹം സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം അവിടെ നടത്തുന്നതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഇത്രയും ഭാഗത്ത് നമ്മൾ പഠിച്ചത്. ഈ ഒരു ഭാഗത്ത് മാത്രം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം കുട്ടികളെ. ഓക്കെ ചിൽഡ്രൻ, ബൈ. കുറച്ചുകൂടെ പഠിച്ചിട്ട് നമുക്ക് നിർത്താം മക്കളെ. കുറച്ചുകൂടെ പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ. സ്വാമിജിയുടെ രണ്ടാമത്തെ പ്രസംഗം അതിമനോഹരവും ഹൃദ്യവുമാണ്. ഇവിടെ എന്താണ്? ആദ്യത്തെ പ്രസംഗമാണ്. എല്ലാവരും നന്നായിട്ട് അഭിസംബോധന ചെയ്ത് ഒരുപാട് വിശാലമായിട്ടുള്ള പ്രസംഗമൊന്നും അല്ലായിരുന്നു. രണ്ടാമത്തെ പ്രസംഗം എന്താണ്? അതിമനോഹരവും ഹൃദ്യവുമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രസംഗം. അത് നടന്നത് 1893 സെപ്റ്റംബർ 15-ാം തീയതിയാണ്. ഇപ്പോൾ സെപ്റ്റംബർ 11-ാം തീയതിയാണ് അത് തുടങ്ങിയത്. അടുത്ത പ്രസംഗം അദ്ദേഹത്തിന് വന്നത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അവിടെ നടന്ന പ്രസംഗങ്ങളിൽ പലതും പ്രഭാഷകരുടെ പാണ്ഡിത്യം വിളമ്പുന്നത് മാത്രമായി ഒതുങ്ങിയപ്പോൾ സ്വാമിയുടെ വാക്കുകൾ മായാജാലം തന്നെ തീർത്തു. എന്താണ്? അവിടെ എന്താണ്? ആ രണ്ടാമത്തെ പ്രസംഗം എന്തായിരുന്നു? അവിടെ നടന്ന മറ്റ് പ്രസംഗങ്ങൾ എന്താണ്? പലതും പ്രഭാഷകരുടെ പാണ്ഡിത്യം വിളമ്പുന്നത് മാത്രമായി ഒതുങ്ങിയപ്പോൾ, ആ സംസാരിക്കുന്ന ആളുകളുടെ പാണ്ഡിത്യം വിളമ്പുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വേദിയായി തീർന്നപ്പോൾ എന്താണ് സ്വാമിജിയുടെ പ്രസംഗം? സ്വാമിജിയുടെ വാക്കുകൾ മായാജാലം തന്നെ തീർത്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മായാജാലം തന്നെ തീർത്തു. നാം വിയോജിക്കുന്നത് എന്തുകൊണ്ട് എന്ന പ്രസംഗമാണ് രണ്ടാമത് നടന്നത്. എന്താണ്? നാം വിയോജിക്കുന്നത് എന്തുകൊണ്ട്, നമ്മൾ ചേരാത്തത് എന്തുകൊണ്ട് എന്ന പ്രസംഗമാണ് രണ്ടാമത് നടന്നത്. അന്നാണ് അദ്ദേഹം പ്രശസ്തമായ കൂമണ്ടുക കഥ ഉദ്ധരിച്ചത്. എന്താണ് കൂമണ്ടുക കഥ? എന്തായിരുന്നു ആ കഥ? മതമേധാവിത്വത്തിന്റെ ചിറകിലേറി പറക്കുന്ന പാണ്ഡിത്യന്മാരുടെ മണ്ടയ്ക്ക് നൽകിയ അടിയായിരുന്നു ആ കഥ. അദ്ദേഹം നായകനായിരുന്നു. എന്തായിട്ട് പറയുന്നത്? അദ്ദേഹത്തിന്റെ മതമേധാവിത്വത്തെ, ആ മതത്തിന്റെ മേധാവികളെന്ന് വിശേഷിപ്പിക്കുന്നില്ലേ, ആ മതമേധാവിത്വത്തിന്റെ ചിറകിലേറി പറക്കുന്ന പണ്ഡിതന്മാരുടെ മണ്ടയ്ക്ക് നൽകിയ അടിയായിരുന്നു
സമൂഹത്തിന്റെ ചിറകിലേറി പറക്കുന്ന പണ്ഡിത മാന്യന്മാരുടെ മണ്ടയ്ക്ക് നൽകിയ അടിയായിരുന്നു അത്. ആ കഥ കേട്ട് സദസ്സ് കോരിത്തരിച്ചപ്പോൾ പലരും കുളഞ്ഞു. ആ കഥ കേട്ട് സദസ്യർക്കെല്ലാം വളരെ സന്തോഷമായി. കോരിത്തരിച്ചപ്പോൾ പലരും കുളഞ്ഞു. കഥയാണ് ഈ പറയുന്നത്. ഒരു കിണറ്റിലൊരു തവള വസിച്ചിരുന്നു. നമ്മൾ ഈ കഥ കേട്ടതിന് ശേഷം പറയുന്നത്, കിണറ്റിൽ ഒരു തവള വസിച്ചിരുന്നു. അവിടെ താമസിച്ചിട്ട് ഏറെ കാലമായി. തവള പിറന്നതും വളർന്നതും ആ കിണറ്റിൽ തന്നെയാണ്. തവള ജനിച്ചതും വളർന്നതുമെല്ലാം ആ കിണറ്റിൽ തന്നെയാണ്. ഒരു കൊച്ചു തവള, ആ തവളയുടെ കണ്ണുകൾ പോയോ എന്ന് പറയാൻ അന്ന് പരിണാമവാദികൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ്, ഒരു കൊച്ചു തവളയുടെ കണ്ണുകൾ പോയോ ഇല്ലയോ എന്ന് പറയാനെന്ന് പരിണാമവാദികൾ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കഥയ്ക്ക് ഏതായാലും ഇത്രയും കാര്യം സമ്മതിച്ചേ തീരൂ. എന്തായാലും നമ്മുടെ കഥയ്ക്ക് ഏതായാലും ഇത്രയും കാര്യം സമ്മതിച്ചേ തീരൂ. അതിന് കണ്ണുണ്ടായിരുന്നു. നമ്മുടെ തവളയ്ക്ക് എന്താണ്, കണ്ണുണ്ടായിരുന്നു. അത് അവിടെയുള്ള കീടങ്ങളെല്ലാം തിന്ന് ഓരോ ദിവസവും വെള്ളം വെടുപ്പാക്കി. എന്താണ്, ആ കിണറ്റിലെ കീടങ്ങളെല്ലാം കഴിച്ച് ആ തവള എന്താണ്, ആ കിണറിലെ വെള്ളം വെടിപ്പാക്കി. കാലം ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ നീണ്ടുപോയി. തവള തെല്ല് തടിച്ചു കൊടുത്തു. ആഹാരമൊക്കെ കഴിച്ച് നല്ല ഗുണ്ടുമണിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കടലിൽ നിന്നും ഒരു തവള വന്ന് കിണറ്റിൽ വീണു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്താണ്, ഒരു കടലിൽ നിന്ന് ഒരു തവള വന്ന് കിണറ്റിൽ വീണു. നീ എവിടെ നിന്ന്? ഇപ്പോൾ കിണറ്റിൽ കിടക്കുന്ന തവള ചോദിക്കുക, നീ എവിടെ നിന്ന്? ഞാൻ കടലിൽ നിന്നാണ്. ഞാൻ എവിടെ നിന്നാണ്? ഞാൻ കടലിൽ നിന്നാണ്. കടലോ? അതെത്ര വലുതാ? കടൽ എന്ന് പറഞ്ഞാൽ എത്രയും വലുതാണ്? എൻ്റെ ഈ കിണറോളം വലിപ്പമുള്ളതാണോ? എൻ്റെ ഈ കിണറിൻ്റെ അത്രയും വലിപ്പമുള്ളതാണോ ആ കടൽ? അല്ല, കിണറിൻ്റെ അത്ര വലിപ്പമുള്ളതാണോ? ഇത് പറയുകയും അത് കിണറിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ഒറ്റച്ചാട്ടം. ഇതാണ് ഇത് പറഞ്ഞുകൊണ്ട് എന്താണ്, ആ തവള കിണറിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ഒറ്റച്ചാട്ടം. എൻ്റെ ചങ്ങാതി, കടൽ തവള പറയുകയാണ്, എങ്ങനെയാണ് കടലിനെ ഈ കൊച്ചു കിണറിനോട് താരതമ്യം ചെയ്യുക? ഈ കടലിനെ എങ്ങനെയാണ് ഈ കൊച്ചു കിണറിൻ്റെ കൂടെ താരതമ്യം ചെയ്യുക? ഒരു ചാട്ടം കൂടെ. എന്നിട്ട് കിണറിലെ തവള ചോദിച്ചു, നിന്റെ കടൽ ഇത്രയും ഉണ്ടോ? എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ചാട്ടം ചാടിയിട്ട് ചോദിക്കുകയാണ്, നിന്റെ കടൽ ഇത്രയും ഉണ്ടോ? ഇത്രയും വലുതാണോ നിന്റെ കടലെന്ന് ചോദിക്കുകയാണ്. നിന്റെ കടൽ ഇത്രയും ഉണ്ടോ? എന്തൊരു അസംബന്ധമാണ് നീ പറയുന്നത്. ഈ കൊച്ചു കിണറിനെ കടലിനോട് താരതമ്യം ചെയ്യുകയോ? അതെത്ര വിശാലമാണ്. എന്താണ്, എന്തൊരു അസംബന്ധമാണ് നീ പറയുന്നത്. ഈ ഒരു കൊച്ചു കിണറിനെ ഒരു കടലിനോടാണോ താരതമ്യം ചെയ്യുന്നത്? ഒരു കടലിനോട് താരതമ്യം ചെയ്യുകയാണോ? കടൽ എത്ര വിശാലമാണ്. കൊള്ളാം. പക്ഷേ കിണറ്റിലെ തവള പറഞ്ഞു, എൻ്റെ കിണറിനേക്കാൾ വലുതൊന്നും. എന്താണ്, കിണറ്റിലെ തവള എന്താണ് പറയുന്നത്? എൻ്റെ കിണറിനേക്കാൾ വലുതൊന്നും ആയിരിക്കില്ല. എന്തായാലും എൻ്റെ കിണറിനേക്കാൾ ഒരിക്കലും വലുതായിരിക്കത്തില്ല. നീ പറയുന്നതിൻ്റെ കടല് വലുതായിരിക്കില്ല. നിന്റെ കിണറിനേക്കാൾ വലുതൊന്നും ആയിരിക്കില്ല. ഇതിനേക്കാൾ വലുത് ഒന്നും ഉണ്ടാകുക സാധ്യവുമല്ല. ഇതിനേക്കാൾ വലുതായിട്ടുള്ളൊരു കാര്യം ഒന്നും ഉണ്ടാകുക എന്നുള്ളത് സാധ്യവുമല്ല. നീ കള്ളനാണ്. എത്രയും പെട്ടെന്ന് പൊക്കോളണം. എന്നിട്ടെന്താണ് കിണറ്റിൽ കിടക്കുന്ന തവള പറയുന്നത്? നീ ഒരു കള്ളനാണ്. ഈ കിണറിനേക്കാൾ വലിയൊരു സംഭവം വേറെ ഇല്ല ലോകത്തിൽ. അതുകൊണ്ട് നീ എത്രയും വേഗം പൊക്കോളണമെന്ന് പറയുകയാണ്. കേട്ടോ അത്? അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്ന, നമ്മളുടെ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണ് നമ്മളെ? മണ്ടൂകം എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? തവളയാണ്. നമ്മൾ മണ്ടൂകം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തവളയാണ്. അപ്പോഴെന്താണ്, ആ തവളയുടെ കഥ മനസ്സിലായോ? ആ കിണറ്റിൽ ജനിച്ചു വളർന്ന ഒരു തവള എന്താണ് ചെയ്തത്? ലോകത്തിലെ ഏറ്റവും വലുത് തൻ്റെ കിണറാണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തത് ആർക്കിട്ടൊരടിയാണ് കൊടുത്തത്? ആരെയാണ് അതൊന്ന് കുത്തി പറഞ്ഞത്? മതഭ്രാന്തന്മാരെയാണ് കുത്തി പറഞ്ഞത്. ആ മതത്തിൽ തങ്ങളുടെ മതമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന
വിവേകാനന്ദൻ കൊടുത്തത്. എന്തായിരുന്നു കഥ? കിണറ്റിൽ ജനിച്ചു വളർന്ന ഒരു തവളയുടെ അടുത്തേക്ക് ആര് വന്നു? ഒരു കടലിൽ നിന്നും ഒരു തവള വന്നു. അപ്പോൾ ആ തവള പറയുന്നത് എന്താണ്? കിണറ്റിൽ കിടക്കുന്ന തവള പറയുന്നത്, ഏറ്റവും വിശാലമായതാണ് ഞാൻ കിടക്കുന്ന കിണർ, അല്ലാതെ അതിൻ്റെ അപ്പുറമായിട്ട് ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ആ തവള. കിണറിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും ചാടിക്കാണിച്ചിട്ട് ഇത്രയും വിശാലമാണ് നിന്റെ കടൽ എന്നാണ് ആ തവള ചോദിക്കുന്നത്. കണ്ടോ? ബാക്കി നോക്കിക്കേ. ഇങ്ങനെ കഥ പറഞ്ഞിട്ട് വിവേകാനന്ദൻ തുടർന്നു. ഈ ഒരു കഥ പറഞ്ഞതിന് ശേഷം വിവേകാനന്ദൻ തുടർന്നു, ഞാൻ ഹിന്ദുമതത്തിൻ്റെ വക്താവാണ്. ഞാൻ എന്താണ്? ഹിന്ദുമതത്തിൻ്റെ വക്താവാണ്. ഹിന്ദു തൻ്റെ കൊച്ചു കിണറ്റിൽ ഇരുന്നുകൊണ്ട് ഇതാണ് ലോകം എന്ന് വിചാരിക്കുന്നു. ഹിന്ദു എന്താണ്? ആ തവളയുടെ സ്ഥാനത്ത് ആ കൊച്ചു കിണറിൽ ഇരുന്നു കൊണ്ട് ഇതാണ് ലോകമെന്ന് വിചാരിക്കുന്നു. ക്രിസ്ത്യാനിയും അവൻ്റെ കൊച്ചു കിണറ്റിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ. ക്രിസ്ത്യാനിയാണെങ്കിൽ എന്താണ്? ക്രിസ്ത്യാനിയും തൻ്റെ കൊച്ചു കിണറിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ. ഈ കൊച്ചു ലോകത്തിൻ്റെ പ്രതിബന്ധങ്ങളെ തകർത്ത് വീഴ്ത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണ്? ആ കൊച്ചു ലോകത്തിൻ്റെ പ്രതിബന്ധങ്ങളെ തകർത്ത് വീഴ്ത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമത്തിന് അമേരിക്കയിലെ നിങ്ങൾക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ള ആ പരിശ്രമങ്ങൾക്ക് അമേരിക്കയിലെ നിങ്ങൾക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു. വിവേകാനന്ദൻ പ്രസംഗിക്കുന്നതാണ് കേട്ടോ. പിന്നീട് എപ്പോഴാണ്? സെപ്റ്റംബർ 19-ാം തീയതിയാണ് വിവേകാനന്ദൻ പിന്നെ പ്രസംഗിച്ചത്. ആ പ്രസംഗമാണ് സുപ്രസിദ്ധമായ ഹിന്ദുമതം എന്ന ഉപന്യാസം. മക്കളെ, ഇപ്പോഴും വീണ്ടും ആദ്യം സെപ്റ്റംബർ 11, പിന്നെ സെപ്റ്റംബർ 15, പിന്നെ സെപ്റ്റംബർ 19. അപ്പോഴെന്താണ്? ആ സെപ്റ്റംബർ 19-ാം തീയതിയാണ് വിവേകാനന്ദൻ പിന്നീട് പ്രസംഗിച്ചത്. ആ പ്രസംഗം എന്താണ്? സുപ്രസിദ്ധമായ ഹിന്ദുമതം. ആ ഹിന്ദുമതം എന്ന ഉപന്യാസമായിരുന്നു കേട്ടോ. അത് ഹിന്ദുമതത്തിലെ തത്വശാസ്ത്രം, ആദർശങ്ങൾ, മനഃശാസ്ത്രം, സിദ്ധാന്തങ്ങൾ എന്നിവയും സംക്ഷിപ്തവും സമഗ്രവുമായ ഒരു വിവരണമായിരുന്നു. എന്താണ് ആ ഹിന്ദുമതം എന്ന ഉപന്യാസം? എന്താണ്? ഹിന്ദുമതത്തിലെ തത്വശാസ്ത്രം, ആദർശങ്ങൾ, മനഃശാസ്ത്രം, സിദ്ധാന്തങ്ങൾ എന്നിവയുടെ സംക്ഷിപ്തവും സമഗ്രവുമായ ഒരു വിവരണമായിരുന്നു. ശ്രോതാക്കൾ നിശബ്ദരായി അത് കേട്ടു. ശ്രോതാക്കൾ എന്താണ്? നിശബ്ദമായിട്ട് അത് കേട്ടു. അവിടെ പ്രഭ വിതറി. സമദർശനം എന്നത് പല പ്രാവശ്യം ആ പ്രസംഗത്തിൽ വിവേകാനന്ദൻ എടുത്തു പറഞ്ഞു. സമദർശനം എന്നതാണ് പല പ്രാവശ്യവും ആ പ്രസംഗത്തിൽ വിവേകാനന്ദൻ എടുത്തു പറഞ്ഞു. പലപ്പോഴും ശ്രോതാക്കളെ അമൃതാനന്ദത്തിൻ്റെ അരിമ പിതാക്കളെ എന്ന് സ്വാമി അഭിസംബോധന ചെയ്തു. എന്താണ്? പല സമയത്തും ആ കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ശ്രോതാക്കളെ എന്താണ് പറയുന്നത്? അമൃതാനന്ദത്തിൻ്റെ അരിമ പിതാക്കളെ എന്ന് സ്വാമി സംബോധന ചെയ്തു. ശ്രോതാക്കൾ കുളിർമയുടെ നനുത്ത ബിന്ദുക്കൾ ആ വാക്കുകൾ നൽകി. ശ്രോതാക്കളിൽ എന്താണ്? ആ ഒരു കുളിർമയുടെ ഒരു നനുത്ത ബിന്ദുക്കൾ ആ വാക്കുകൾ നൽകി. ശ്രോതാക്കൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അതുപോലെ ഏറ്റെടുത്തു കഴിഞ്ഞു. വളരെ അധികം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. അത് നല്ല ഒരു നിസ്സാരപ്പെട്ട ഒരു കഥയിലൂടെ അദ്ദേഹം ആ ഒരു കിണറ്റിൽ കിടക്കുന്ന തവളയുടെ അവസ്ഥയിലൂടെ ഓരോ മതത്തിൻ്റെയും അവസ്ഥയെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലേ? കിണറ്റിൽ വീണ തവള ആ ഒരു അവസ്ഥയിലൂടെ, കിണറ്റിൽ കിടക്കുന്ന തവള ആ ഒരു അവസ്ഥയിലൂടെ ഓരോ മതത്തിൻ്റെയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാമേ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ മക്കളെ.